إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليمًا كثيرًا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിനനുസരിച്ച് ജീവിതത്തിൽ പാലിക്കണമെന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിൽ വിശ്വാസങ്ങളും കർമ്മങ്ങളും പഠിപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തിൽ ഏറ്റവും പ്രഥമമായി പഠിപ്പിച്ചത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം, അതിലാണ് ഒരു മുസ്ലിം മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനായി നിൽക്കുന്നത്. അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരുണ്ട്, വിശ്വാസം വൈകല്യ രൂപത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അതിൽ നിന്നൊരു മുസ്ലിമിൻ്റെ വ്യത്യാസം അവൻ യഥാവിധം അല്ലാഹുവിനെ വിശ്വസിക്കുന്നു എന്നതാണ്. ആ റബ്ബിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ആ വിശ്വാസം നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനും അല്ലാഹു ഇബാദത്തുകൾ നിശ്ചയിച്ചിരിക്കുന്നു. ആ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് നിസ്കാരമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, അല്ലാഹു ഇസ്ലാമിൽ പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം അത് റബ്ബിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പിനും വർധനവിനും അല്ലാഹു പഠിപ്പിച്ച ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം അത് നിസ്കാരവുമാണ്. അതുകൊണ്ടാണ് ആ നിസ്കാരം ഇസ്ലാമിൻ്റെ 5 തൂണുകളിൽ ഷഹാദത്ത് കലിമ ആദ്യം പഠിപ്പിച്ചു. അതിൽ അല്ലാഹുവിലുള്ള വിശ്വാസമാണ് ഉൾക്കൊള്ളുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസവുമാണ് ഉൾക്കൊള്ളുന്നത്. അത് കഴിഞ്ഞ് ഇസ്ലാമിൻ്റെ തൂണുകളിൽ രണ്ടാമത് പഠിപ്പിച്ചത് നിസ്കാരമാണ്. 3 സക്കാത്ത്, 4 റമദാനിലെ നോമ്പ്, 5 ഹജ്ജ്. അതിൽ നിസ്കാരം മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്താക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലക്കിനോടൊപ്പം ആകാശത്തേക്ക് കൊണ്ടുവന്നിട്ടാണ്. ആകാശത്ത് വെച്ചിട്ടാണ് നിസ്കാരം പഠിപ്പിക്കപ്പെട്ടത്. 5 വഖത്ത് നിസ്കാരം ശറഅാക്കപ്പെട്ടത് ആകാശത്ത് വെച്ചാണ്, സപ്താകാശങ്ങൾക്ക് മീതെ വെച്ചാണ്. അത് മുസ്ലിമുകളായ നമ്മൾ ഇസ്രാ, മിഅറാജ് എന്ന പേരിൽ വിശ്വസിക്കുന്നു. ആ മിഅറാജിൻ്റെ രാവിൽ അല്ലാഹുവിലും എങ്ങനെങ്കിലും നിസ്കരിക്കും. പക്ഷെ ആ നിസ്കാരം സ്വീകാര്യമാവണമെന്നില്ല. പക്ഷെ ചിഹ്നങ്ങളുടെ കൂട്ടത്തിൽ അവസാനം ഉയർത്തപ്പെടുന്ന ചിഹ്നം അത് നിസ്കാരമായിരിക്കുമെന്നാണ്. ആ ഉയർത്തപ്പെടുന്ന സമയത്തുള്ള നിസ്കാരം അല്ലാഹ് പരിഗണിക്കുന്നതാവണം, പ്രതിഫലാർഹമാവണം എന്നൊന്നില്ല. പക്ഷെ ആ ചിഹ്നമുണ്ടാവുന്ന പറഞ്ഞത്. ആ നിസ്കാരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് 5ആയി പഠിപ്പിച്ചു. അതാണ് മുസ്ലിം ഉമ്മത്ത് ഇജ്മാഅോടെ, ഐക്യത്തോടെ 5 വഖത്ത് നിസ്കാരമുണ്ട് എന്ന് വിശ്വസിച്ചു പോരുന്ന നമ്മുടെ അഖീദയുടെ ഭാഗം. അതിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ട് 3 വഖത്താണ് നിസ്കാരം എന്ന് പറഞ്ഞവരുണ്ട്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഓർക്കാനാണ്. അതുകൊണ്ട് അള്ളാഹ്ക്കുള്ള ഓർമ്മയാണ് നിസ്കാരം. അതുകൊണ്ട് ഒരു റുക്കൂവും സുജൂദും വേണമെന്നില്ല എന്ന് വാദിച്ചവരും സമുദായത്തിൽ ഒറ്റപ്പെട്ട ശബ്ദങ്ങളുണ്ട്.
അതിൽ നിന്നൊക്കെ പുറംതിരിഞ്ഞ് ഈ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ ഐക്യമാണ് 5 വഖത്ത് നിസ്കാരമുണ്ട് എന്ന് പറയുന്നത്. ചിലർ 5 വഖത്ത് നിസ്കാരമില്ല, നിസ്കാരത്തിൻ്റെ സമയം ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. നിസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് വാക്കാലും പ്രവൃത്തിയാലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് സൂചിപ്പിച്ചു, ഫസുബ്ഹാനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം. തസ്ബീഹ് പറഞ്ഞാൽ അവിടെ നിസ്കരിക്കാന്ന് ഉദ്ദേശിച്ചു. ഹീന തുംസൂന, വൈകുന്നേരത്തിൽ, അതാണ് മഅരിബു ഇശാഉ. വഹീന തുസ്ബിഹൂന, സുബ്ഹിക്ക്, അതാണ് സുബ്ഹി നിസ്കാരം. വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി, ഈ നിസ്കാരം ഏതൊരു റബ്ബിന് നിർവഹിക്കപ്പെടുന്നോ അവനാണ് പ്രപഞ്ചത്തിൽ സ്തുതിയുടെ അർഹതയുള്ളത്. എന്നിട്ട് വീണ്ടും തുടരുന്നു, വഅശിയ്യ, നിങ്ങൾ വൈകുന്നേരത്തിൽ നിസ്കരിക്കണം, അതാണ് അസ്ർ നിസ്കാരം. വഹീന തുൽഹിറൂൻ, ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കണം, അതാണ് ളുഹർ നിസ്കാരം. 5 വഖ്ത് നിസ്കാരം അല്ലാഹു പഠിപ്പിച്ചു. ഇതൊരു സ്ഥലത്തല്ല, വിവിധ സ്ഥലങ്ങളിൽ ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അള്ളാഹു 5 വഖ്ത് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ ആയത്ത് അത് ഇതാണ് എന്ന് പറഞ്ഞു. ഇതുപോലെ വേറെ സൂറത്തുകളിലും വേറെ ആയത്തുകളിലും അള്ളാഹ് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ 5 വഖ്ത് നിസ്കാരം അത് മുസ്ലിമിനെ സംബന്ധിച്ച് വാജിബാണ്, നിർബന്ധമാണ്. അത് നിർബന്ധമില്ല എന്നൊരാൾ വാദിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എങ്കിൽ അതിൽ ചില റക്അത്തുകളില്ല, ചില വഖ്തുകളില്ല, 3 ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവനും ഇസ്ലാമിൽ സ്ഥാനമില്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. 5 വഖ്ത് നിസ്കാരം വാജിബില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇനി പണ്ഡിതന്മാർ ഒരു വിഭാഗം കടുപ്പിച്ച് പറഞ്ഞു, വാജിബുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നു, എന്നാൽ മടി കാരണം അവൻ അതിൻ്റെ 2ാമത്തെ ഖളാഇൻ്റെ അടുത്ത സമയവും കഴിഞ്ഞ് വൈകിപ്പിച്ചാൽ അവനും സത്യനിഷേധിയാണ് എന്ന് പറഞ്ഞവർ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ളുഹർ നിസ്കരിക്കേണ്ട സമയത്ത് ളുഹർ നിസ്കരിച്ചില്ല, ഖളാ ആക്കി. എന്നാൽ അസ്റിൻ്റെ സമയം അപ്പോഴും അവൻ ഖളാ ആയിട്ടെങ്കിലും അതും ചെയ്തില്ല. അസ്റിൻ്റെ സമയം കഴിഞ്ഞാൽ അവൻ കാഫിർ എന്ന് വിധിക്കപ്പെടും എന്ന് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു, അവൻ കാഫിർ എന്ന് പറയണ്ട, പക്ഷെ തലവെട്ടണം. ഇസ്ലാമിക ശിക്ഷാവിധി നടപ്പിലാക്കുന്നിടത്താണെങ്കിൽ കേസ് പോയാൽ അവൻ കൊലപാതകത്തിന് അർഹനാണ്, അവൻ്റെ തലവെട്ടണം എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. വേറൊരു അഭിപ്രായം, അവന് ജയിലിലടക്കണം എന്നാണ്. 3 ആയാലും ഗൗരവപ്പെട്ട പാപമാണെന്ന്. ഒരാൾ ആ വഖത്തിലും നിസ്കരിച്ചില്ല, അടുത്ത വഖത്തിലെങ്കിലും അവൻ ഖളാ ആയിട്ട് നിസ്കരിക്കുക, അതും ചെയ്തില്ല എങ്കിൽ അവനെതിരെ കേസ് പോയാൽ അവൻ കാഫിറാണെന്ന രൂപത്തിൽ അവൻ്റെ തലവെട്ടണം എന്നവരുടെ അഭിപ്രായം. അല്ല, അവനുള്ള ശിക്ഷാ നടപടി തന്നെ തലവെട്ടല, കാഫിറല്ല എന്ന് പറഞ്ഞാൽ എന്താ, തലവെട്ടിയ മയ്യിത്ത് നിസ്കാരം ഉണ്ടാവും എന്നർത്ഥം. ആദ്യത്തെ അഭിപ്രായ പ്രകാരം തലവെട്ടി അവർക്ക് മയ്യിത്ത് നിസ്കാരമില്ല, അവൻ മുസ്ലിം അല്ല എന്നാ. 3ാമത്തെ അഭിപ്രായം അവനെ ജയിലിലടക്കണമെന്ന്. ഈ കുറഞ്ഞൊരു അഭിപ്രായം നിസ്കാരം ഖളാ ആക്കുന്ന, ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്തില്ല. അത്ര ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിലുള്ള നിർദ്ദേശങ്ങളെ പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. ആ നിസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം പറഞ്ഞത് വഅഖിമിസ്സലാത ലിദിക്രി, അള്ളാഹ് പറഞ്ഞു എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കണം. ഇതിനെ കോട്ടി മാറ്റിയിട്ട് ചിലർ പറഞ്ഞത് ഓർക്കലാണ് നിസ്കാരം, അതുകൊണ്ട് ഓർമ്മ ഉണ്ടായാൽ നിസ്കരിക്കണമെന്നില്ല. അങ്ങനെ പറഞ്ഞ സൂഫികളുണ്ട്. ഓർമ്മ ഉണ്ടായാൽ മതി നിസ്കരിക്കണമെന്നില്ല എന്ന് വാദിക്കുന്ന പഴച്ച സൂഫികളുണ്ട്. അവരാണ് പലപ്പോഴും നിസ്കാരം ഒഴിവാക്കുന്നവർ. ഞങ്ങൾക്ക് ദിക്റുണ്ട്, അള്ളാഹ്ക്കുള്ള ദിക്റിലാണ് ഞാനെന്ന് പറയും. ഞാൻ നിസ്കരിക്കലില്ല കാരണം എൻ്റെ വേറെ തടി നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അതും ഇസ്ലാമും തമ്മിലൊരു ബന്ധമില്ല. മറിച്ച് ആ നിസ്കരിക്കുന്നതോടുകൂടി നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള ഓർമ്മ നിലനിർത്തണം എന്ന, അള്ളാഹ് പറഞ്ഞ വഴിക്ക് അള്ളാഹിനെ ഓർക്കണം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ്? ഈ 5 വഖ്ത് നിസ്കാരം നിർവഹിക്കുക വഴിയാണ്. ആ 5 വഖ്ത് നിസ്കാരത്തിൽ ഒരു വിശ്വാസി, പ്രത്യേകിച്ച് പ്രായപൂർത്തിയെത്തിയ ഒരു പുരുഷനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജമാഅത്തായി നിസ്കരിക്കാനാണ്. സലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സലാത്തുൽ ഫദ്ദി ബി 27 ദറജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ഒരാൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോഴുണ്ട്. ആ ജമാഅത്തായി നിസ്കരിക്കൽ വാജിബ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഒരാൾ ജമാഅത്തായി നിസ്കരിക്കൽ മറ്റു ഉദ്റുകളില്ലാത്ത പക്ഷം അയാൾക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞവരുണ്ട്. ആ ജമാഅത്ത് തന്നെ പള്ളിയിൽ, നാട്ടിലെ പള്ളിയിൽ വെച്ചാവണം എന്നതാണ് വാജിബ്
വാജിബ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതല്ല, വീട്ടിലായാലും അവൻ ജമാഅത്ത് നടത്തൽ നിർവഹിച്ചാൽ ആ വാജിബ് വീടി എന്ന് പറഞ്ഞവരും ഉണ്ട്. ആ ജമാഅത്ത് നിസ്കാരം വാജിബല്ല, സുന്നത്തുൻ മുഅക്കദത്താണ്, ശക്തമായ സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിൽക്ക് കുറവില്ല എന്നർത്ഥം. ശക്തമായ സുന്നത്തിൻ്റെ പ്രത്യേകത എന്താ? അത് ഉപേക്ഷിച്ചാൽ ആക്ഷേപാർഹനാണ്. അകാരണമായി അത് ഉപേക്ഷിച്ചാൽ അയാൾ ഇസ്ലാമിൻ്റെ നേതൃത്വത്തിലേക്ക് യോഗ്യനല്ല എന്നാണ്, അയാൾ ആക്ഷേപാർഹനാണ് എന്നാണ്. അതുകൊണ്ട് അതിലും കുറഞ്ഞൊരു അഭിപ്രായം ജമാഅത്ത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശമാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിൻ്റെ പ്രാക്ടിക്കൽ വശമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ജമാഅത്ത് നിസ്കാരം നമ്മൾ നാട്ടിലുള്ളപ്പോൾ പള്ളിയിൽ വെച്ച് നിർവഹിക്കാൻ നമ്മൾ ആദ്യത്തെ മുൻഗണന അതിനാണ്. പള്ളിയിൽ വെച്ച് നിർവഹിക്കുക നാട്ടിലാണെങ്കിൽ. ഇനി നാട്ടിലല്ലെങ്കിലും ഒരു പള്ളിയിൽ ആ സമയത്ത് എനിക്ക് നിർത്തി ഇറങ്ങി ജമാഅത്തിന് കൂടി തിരിച്ച് യാത്ര തുടരാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങൾക്കിടയിൽ ഈ ജമാഅത്ത് നിസ്കാരത്തിനെ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റുമോ എന്നതാണ് ഒന്നാമത് മുൻഗണന നൽകേണ്ടത്. അവിടെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു. 27 ഇരട്ടി കൂലിണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ 27 ഇരട്ടി കൂലി എങ്ങനെയാണ് ഒരാൾക്ക് ലഭിക്കുക എന്നാണ്. അപ്പോൾ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ, അയാൾ ബാങ്ക്, ഈ ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളി കേൾക്കുമ്പോൾ ജമാഅത്തിന് പങ്കെടുക്കണമെന്ന ലക്ഷ്യത്തോടെ, ആ നീയത്തോടെ അയാൾ ആ ബാങ്കിന് ഉത്തരം കൊടുക്കുക. 27 ഇരട്ടി കൂലി എങ്ങനെ കിട്ടുക എന്നാ? ആ ബാങ്കിന് ഉത്തരം കൊടുക്കുക. എന്നിട്ട് നേരത്തെ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുക എന്നാണ്. അതായത് അവ്വൽ വഖത്തിൽ നിസ്കാരം കിട്ടാവുന്ന രൂപത്തിൽ അയാൾ നേരത്തെ നിസ്കാരത്തിന് പുറപ്പെടുക. അതിൻ്റെ മിനിമം ബാങ്ക് കൊടുക്കുമ്പോൾ പുറപ്പെടുക എന്നാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ പുറപ്പെടുക എന്നാണ്. എന്നിട്ട് ആ നിസ്കാരത്തിലേക്ക് നടന്നുകൊണ്ട് പോകുക എന്നാണ്. വണ്ടി പോയാൽ കൂലി കുറയുന്നതാണ്. നടന്നുകൊണ്ട് പോകണം എന്നാണ് അതിൻ്റെ പ്രതിഫലം 27 ഇരട്ടി തികച്ച് കിട്ടണമെങ്കിൽ. അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ പള്ളിയിലേക്ക് പ്രവേശിക്കണം. എന്നിട്ട് തഹിയ്യത്ത് നിസ്കരിക്കുകയും ജമാഅത്ത് നിസ്കാരത്തിന് തനിക്ക് ജമാഅത്ത് നിസ്കാരം ലഭിക്കണമെന്ന നീയത്തോടെ, ആ ലക്ഷ്യത്തോടു കൂടി അവൻ പള്ളിയിൽ കയറി പള്ളിയിൽ തഹിയ്യത്ത് നിസ്കരിച്ചിരിക്കണം. അതുപോലെ ജമാഅത്തിന് കാത്തിരിക്കണം. ജമാഅത്തിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യണം. ഒന്ന് പള്ളിയിൽ കയറി നിസ്കരിച്ച് പിന്നെ തൻ്റെ വേറെ എന്തെങ്കിലും ഒരു ജോലിയുടെ ആവശ്യാർത്ഥം പുറത്ത് പോയിട്ട് കുറച്ചു നേരം പണിയെടുത്ത് ജമാഅത്തിന് ഇക്കാമത്ത് എടുക്കുമ്പോൾ കയറിയാൽ അത് അതിൽ പെടൂല എന്നാണ്. 27 ഇരട്ടി തയ്ച്ച് കിട്ടുന്ന രൂപമാണ് ഈ പറയുന്നത്. അവരെന്ത് ചെയ്യണം? എന്നിട്ട് ദിക്റിലോ നിസ്കാരത്തിലോ ഖുർആനത്തിലോ ആയി ജമാഅത്തിന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഇനി അവന് പറ്റാത്തൊരു പണിയുണ്ട്. ഇവൻ്റെ ഈ ആത്മാർത്ഥതയിൽ അള്ളാഹ് കൽപ്പിച്ച പ്രകാരം മലായിക്കത്ത് ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരവസരം അവനക്ക് ലഭിക്കണം. ആ ഒരു ഭാഗ്യം ലഭിക്കണം. അവളെ 27 ഇരട്ടി തയ്ച്ച് കിട്ടുള്ളൂ എന്നാണ്. അതുപോലെ അവൻ്റെ നിസ്കാരത്തിന് മലക്കുകൾ സാക്ഷ്യം വഹിക്കണം. അതുപോലെ ഇഖാമത്ത് കൊടുക്കുമ്പോൾ ആ ഇഖാമത്തിന് അവൻ ജവാബ് കൊടുക്കണം. ബാങ്കിന് ജവാബുണ്ട്, ഇഖാമത്തിനും ജവാബുണ്ട്. അതുപോലെ ശൈത്വാൻ ഇഖാമത്തിൻ്റെ സമയത്ത് പിന്തിരിഞ്ഞോടുമ്പോൾ ആ ശൈത്വാൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അവന് രക്ഷയുണ്ടാവണം. അതിന് ആദ്യത്തെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഈ വിഷയത്തിൽ അള്ളാഹിൻ്റെ സഹായം അവനുണ്ടാവുകയുള്ളൂ. ഇമാമിനെ കാത്തു നിൽക്കണം. ഇമാം തക്ബീറത്തുൽ ഇഹ്റാം പിന്നെ ചൊല്ലുന്നത് വരേക്കും അവൻ സ്വഫിൽ വെയിറ്റ് ചെയ്യണം. അതുപോലെ ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാം അവന് ലഭിക്കണം. സ്വഫ് ശരിയാക്കണം. ആ സ്വഫിൻ്റെ വിടവുകൾ തീർക്കണം. ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ അതിനോട് യോജിച്ച് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയാൻ അവന് കഴിയണം. ആ നിസ്കാരത്തിൽ സാധാരണ സംഭവിക്കുന്ന അബദ്ധങ്ങൾ കുറക്കാൻ അവന് സാധിക്കണം. അതിലുള്ള മറവികളും അബദ്ധങ്ങളും അവന് കുറക്കാൻ സാധിക്കണം. എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരാൾ നിസ്കാരത്തിൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് മഅ്മൂം പറയാൻ വിടും. സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് മഅ്മൂം പറയാൻ വിട്ടാൽ ഒറ്റക്ക് നിസ്കരിക്കണവനാണെങ്കിൽ അത് വാജിബാണ്. വാജിബ് ഉപേക്ഷിച്ചാൽ അവൻ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണമെന്നാണ്. എന്നാൽ മഅ്മൂമാണെങ്കിൽ അവന് സഹ്വിൻ്റെ സുജൂദില്ല. അവൻ്റെ ആ അബദ്ധത്തിന് വേറെ പരിഹാരങ്ങളൊന്നുമില്ല. അത് ആ ജമാഅത്തിൽ വീടിപ്പോയി എന്നാ പറയാം. എന്നാൽ അത് മറന്നു എന്ന് പറഞ്ഞല്ലോ, ആ മറവിയില്ലാതിരിക്കണം. ശ്രദ്ധക്കുറവുകൾ ആ നിസ്കാരത്തിൽ അവനില്ലാതെയാക്കണം. അതുപോലെ തന്നെ പിന്നെ ആ നിസ്കാരത്തിൽ ഖുശൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തി, ആ നിസ്കാരത്തിലേക്കുള്ള ശ്രദ്ധ അത് അവൻ പരമാവധി കൊണ്ടുവരണം. നിസ്കാരത്തിൽ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ആ കൃത്യത അവൻ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ആ നിസ്കാരത്തിൽ അവൻ ഓതുന്ന ഖിറാഅത്ത് തജ്വീദ് അനുസരിച്ചാവണം. അതിലെ റുക്നുകളും ഷർത്തുകളും അതിൽ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ കൃത്യത വരുത്തി എന്ന് അവൻ ഉറപ്പുവരുത്തണം. അതുപോലെ അവൻ അഊദു
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലേണ്ട സമയങ്ങളിൽ ചൊല്ലിക്കൊണ്ട് പൈശാചിക ഇടപെടലുകളിൽ താൻ പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അവൻ ഈ ഇമാമിന് കൂടെ ജമാഅത്തായി നിർവഹിക്കുന്നതിൽ ആ ഒന്നിച്ചുള്ള പ്രാർത്ഥനയിൽ എന്ന് പറഞ്ഞാൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന ഒന്നിച്ചുള്ള പ്രാർത്ഥന അവന് ലഭിച്ചവനാവണം. അത് ജമാഅത്തിൽ കൂടിക്കഴിഞ്ഞാൽ അവന് എക്സ്ട്രാ കിട്ടുന്നതാ. ഇങ്ങനെ എല്ലാം കൂടി കിട്ടുമ്പോഴാണ് ആ 25 ഇരട്ടി അല്ലെങ്കിൽ 27 ഇരട്ടി പ്രതിഫലം അവന് ലഭിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ചില പ്രത്യേകതകൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതോടൊപ്പം ഉറക്കെയുള്ളതിലാണെങ്കിൽ ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ ആ ഇമാമിനോടൊപ്പം ആമീൻ എന്ന് പറയാൻ അവന് സാധിക്കണം. ഇമാം ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കാൻ അവന് സാധിക്കണം. ഇത്രയുമായാൽ അതാണ് 25 ഇരട്ടി എന്ന് പറഞ്ഞത്. ഇതിനൊക്കെ പ്രത്യേകത എന്താ? ഇത് പണ്ഡിതന്മാർ ക്രോഡീകരിച്ചതാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റഹിമഹുല്ല ഈ 27 ഇരട്ടി എങ്ങനെ കിട്ടുക എന്നുള്ളത് വിശദീകരിച്ച് എണ്ണിയതാണ്. ആ എണ്ണിയ ഓരോ കാര്യങ്ങളും വേറെ വേറെ ഹദീസിൽ വന്നതാണ്. ആ വേറെ വേറെ ഹദീസിൽ വന്നത് അദ്ദേഹം യോജിപ്പിച്ചിട്ടാണ്. ഇത്രയും കർമ്മങ്ങൾ ഒരാൾ ശ്രദ്ധിക്കുമ്പം അതിലെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇത്രയും കർമ്മങ്ങൾ അപ്പോൾ ഇതിലല്ലാത്തത് നമ്മൾ പലപ്പോഴായി കേട്ടതുണ്ട്. അതെല്ലാം കൃത്യത വരുത്തി ചെയ്യുമ്പം അതിലേക്ക് ചേർക്കേണ്ടത് അതിൻ്റെ മുമ്പോ ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, അതിനോടനുബന്ധിച്ച ദിക്റുകൾ ചെല്ലാം. ഇത്രയായാൽ ഒരാളെ സംബന്ധിച്ച് 27 ഇരട്ടി കൂലി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മളെ തിരക്കുകളാണ്. ഇതിനൊഴിഞ്ഞിരിക്കണമല്ലോ. ഇപ്പോൾ നമ്മൾ ജോലിക്കാരുണ്ട്, പല നിരക്കിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, രോഗികളുടെ എല്ലാം ഉണ്ട്. അപ്പോൾ നോർമൽ കേസിൽ അവൻ്റെ സ്വാഭാവികതയിൽ അവന് ഇതിന് ഫ്രീ കിട്ടുന്നത് ജീവിതത്തിൽ ഒരു കൊല്ലത്തിൽ ഒരു ദിവസമാണെങ്കിൽ ആ ഒരു ദിവസം ഓനായി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ മനോനില സെറ്റായി എന്നാ പറയാം. എന്ന് പറഞ്ഞാൽ എന്താ, ഓൻ കിട്ടിയാൽ ചെയ്യും, ചാൻസ് കിട്ടിയാൽ ചെയ്യും, പക്ഷെ ചാൻസ് കിട്ടലില്ല എന്നാണെങ്കിൽ മനസ്സ് ഓക്കെയാണ്, അവസരം കിട്ടിയാൽ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് മുൻകാല പ്രാബല്യത്തോടെ കൂലി ഉണ്ടാവുന്നതാണ്. മുൻകാല പ്രാബല്യത്തോടെ കൂലി ഉണ്ടാവും. അപ്പോൾ എന്നും മനസ്സിലിത് കൊണ്ടെടുക്കേണ്ട, പക്ഷേ ചെയ്യാൻ കഴിയലില്ല. അപ്പോൾ നോക്കുമ്പോൾ കൊല്ലത്തിൽ ഒരു ദിവസം എനിക്ക് ഇങ്ങനെ ഒഴിവ് കിട്ടൂല എന്നാണോ അവൻ്റെ മനസ്സിൽ ഈ ഇബാദത്തുകളെക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോഴാണ് ഒരു ദിവസം അവനക്ക് ഒഴിഞ്ഞിട്ടിയപ്പോഴോ അവൻ ഇത് അതിൻ്റെ വൃത്തിയിൽ ചെയ്തു എങ്കിൽ അതാണ് അവൻ റബ്ബിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന തൻ്റെ സത്യസന്ധത എന്ന് പറയുന്നത്. അത് അള്ളാഹ്ക്ക് ബോധ്യമില്ലായിട്ടല്ല, പക്ഷെ അള്ളാഹ്ക്ക് ഞാൻ ബോധ്യപ്പെടുത്തിയെന്ന് അവൻക്ക് ബോധ്യം വേണം. അതാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരാൾ നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അയാൾക്ക് ആ 27 ഇരട്ടി കൂലി കിട്ടുകയെന്ന്. ഒരു ദിവസമെങ്കിലും നമുക്കത് ചെയ്യാൻ മനസ്സിങ്ങ കൊണ്ടുവന്നിട്ട് ഒരു ദിവസമെങ്കിലും ചെയ്യാൻ നമുക്കത് പറ്റുക ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഒരാൾ അറിയുണ്ടാവില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് ഈ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചിട്ട് ജമാഅത്തിൽ പങ്കെടുത്തു. അത് ഒരു നേരം അല്ല 2 നേരം അല്ല 5 വക്തിനും ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഒരു വേള നമ്മൾ കുടുങ്ങണൊരു ഘട്ടത്തിൽ അള്ളാഹിനോട് എടുത്ത് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള ഇബാദത്ത് അത് മതിയാവും. വലിയ ആനക്കാരും ചെയ്യേണ്ടി വന്നോളണമെന്നില്ല. ആകെ ഞാൻ കുടുങ്ങണൊരു ഘട്ടം വരുമ്പം റബ്ബേ അന്ന് ഞാനതൊക്കെ ഓർത്ത് അതൊക്കെ ശ്രദ്ധിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റാവുന്ന രൂപത്തിൽ ഞാൻ നിനക്ക് വേണ്ടി വീട്ടിൽ നിന്ന് വുളു എടുത്ത് ഇതിലേക്ക് ചേർക്കേണ്ട വീട്ടിൽ നിന്ന് വുളു എടുത്തിട്ട് പുറപ്പെടുക എന്നുള്ളതൊക്കെ അതെല്ലാം കൂടി ഇബ്നു ഹജറിൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചിട്ടില്ല. അപ്പം അതെല്ലാം ശ്രദ്ധിച്ച് ഞാൻ ഒരട്ടം ചെയ്തിട്ടുണ്ട്, അന്നെനിക്ക് പറ്റിയിട്ടുള്ളൂ, അന്ന് ഞാനത് ചെയ്യുകയുമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വേള അത് മതിയാവും. തൻ്റെ മനഃശുദ്ധി ബോധ്യപ്പെടുത്തി അള്ളാഹിനോടൊരു വിഷയത്തിൽ എടുത്തു പറഞ്ഞ് തവസ്സുൽ ചെയ്യാവുന്ന ഒരു ഇബാദത്തായിട്ട്. അതുകൊണ്ട് ജീവിതത്തിൽ വലിയ ഭാരമില്ല എന്ന റിസ്ക് ഉണ്ട്. എങ്ങനത്തെ റിസ്ക്? നമ്മളൊന്ന് ഓർക്കണം, നമ്മളൊന്ന് സമയമെടുത്ത് ചെയ്യണം എന്നൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യത്തിന് നമുക്ക് ഒരിക്കലെങ്കിലും അവസരം കിട്ടിയാൽ അത് ചിലപ്പോൾ അത് 2 ആക്കി തരാം, ചിലപ്പോൾ അത് 3 ആക്കി തരാം. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആ നിസ്കാരത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എല്ലാവരും അവിടുത്തെ മദീനത്തെ പള്ളിയിലെ ജമാഅത്ത് ില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? അവർ യാത്രക്കാരുണ്ട്, ജോലിക്കാരുണ്ട്, വിവിധ തിരക്കുകാരുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പഠിപ്പിച്ചത് മറ്റേതെങ്കിലും അവസരത്തിൽ നിങ്ങൾക്ക് ജമാഅത്ത് നിർവഹിക്കാൻ പറ്റുമെന്നാണ്. പള്ളിയിലെ ജമാഅത്തിനെത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ മറ്റൊരു ജമാഅത്ത് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റിയാൽ ആ ജമാഅത്തിന് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൂലിയുണ്ട് എന്നാണ്. ഇത്ര ഉണ്ടാവില്ല, ഈ തേഞ്ഞ കൂലിയിട്ടില്ല. പള്ളിയിലെ ജമാഅത്തിനുള്ള
കൂലി കിട്ടൂല. പക്ഷെ ജമാഅത്തായിട്ട് നിർവഹിക്കാൻ അവർക്ക് ഒരു ടീമിനെ കണ്ടെത്താൻ നമുക്ക് ഈ സമയത്ത് നിന്ന് എന്നും ജമാഅത്ത് നടത്താം. അതിൽ എത്രത്തോളം പറഞ്ഞത് വീട്ടിലെ സ്ത്രീകൾക്ക് മാത്രം ഒരെല്ലാവരും പണിയും കഴിഞ്ഞിട്ട് പിന്നെ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 3 മണിയാവും. അപ്പോൾ എല്ലാ അയൽപക്കക്കാരൊക്കെ കൊണ്ട് ഏകോപിച്ച്, അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ഏകോപിച്ച് നമുക്ക് ഇന്ന് 3 മണിക്ക് ദുഹറിൻ്റെ ജമാഅത്ത്, അസർ ഒരു 4:30 അസറിൻ്റെ ജമാഅത്ത് എന്ന് അവർ തീരുമാനിച്ചാൽ അതിന് ജമാഅത്തിൻ്റെ കൂലി ഉണ്ട് എന്നാണ്. പെണ്ണുങ്ങളെ വിഷയം മാത്രമേ പറയണം. അപ്പോൾ അത് പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോ ജോലിക്കാരുണ്ട്. അപ്പോൾ ജോലിക്കാർക്ക് ചിലപ്പോൾ അങ്ങാടികളിലൊക്കെ ഉണ്ടാവും ഒരു നിസ്കാരപ്പള്ളി, ഒരു നിസ്കാര റൂം. അപ്പോൾ അവരൊരു ധാരണയിലെത്തി നമുക്കൊരു 4 സമയത്ത് നിസ്കാരം നടത്താം. എന്താ, എല്ലാവർക്കും ഒരേ സമയത്ത് ചിലപ്പോൾ കൂടാൻ പറ്റിക്കോളുന്നില്ല. അപ്പം ഈ സമയത്ത് ഒരു ജമാഅത്ത് ഒരു 4:10, ഒരു ജമാഅത്ത് ഒരു 4:20 എന്ന് വെച്ചാൽ അത് ഖൈറാണ്. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ ഓപ്ഷൻ, അതിൽ ചാടാതെ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിപ്പിച്ചു, ഇന്ന സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത. നിസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമായി മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട ഇബാദത്താണ്. അതുകൊണ്ട് ആ സമയം തെറ്റിക്കാതെ ഒറ്റയ്ക്ക് നിസ്കരിക്കുക. സമയം തെറ്റുന്നില്ല. അപ്പോൾ ഇത് ഏത് യാത്രയിലാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ വലിയ അബദ്ധങ്ങൾ വരൽ, ഞാൻ ട്രെയിനിലാണെങ്കിൽ നിസ്കരിക്കാൻ വയ്യ, ബസ്സിലാണ് നിസ്കരിക്കാൻ വയ്യാന്ന്. സമയം തെറ്റുന്നതാണെങ്കിൽ അപ്പത്തെ അവസ്ഥയിൽ എങ്ങനെയാണോ അങ്ങനെ നിസ്കരിക്കാന്നാണ്. സമയം തെറ്റിക്കേണ്ടതില്ല. ഡ്രൈവ് ചെയ്യാണ്, ആ അവസരത്തിൽ നിസ്കരിക്കേണ്ടി വരും. കാരണം സമയം തെറ്റിക്കലും നിസ്കാരം ഖളാ ആവലും നിസ്കാരത്തിൻ്റെ പരിപൂർണതയും എതിരായി വന്നാൽ ഖളാഇൻ്റെ വിഷയത്തെ ഗൗരവമായിട്ട് എടുക്കണം എന്നാണ്. അപ്പം ഞാൻ ഇരുന്നിട്ടേ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഇരുന്നിട്ട് നിസ്കരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി നിസ്കരിക്കാൻ ചാൻസ് ഇല്ല, സമയം കഴിയുന്നാണെങ്കിൽ ആ രൂപത്തിൽ ഞാൻ നിസ്കരിക്കണം എന്നാണ്. അല്ലെങ്കിൽ യാത്രക്കാർക്കാണെങ്കിൽ ജംഇൻ്റെ അവസരമുണ്ട്, അതിനും പറ്റൂല എന്നാണ്. ഇപ്പം അസറിൻ്റെ സമയം ഞാൻ അസർ പിടിക്ക് ജമ്മാക്കും, അസർ ജമ്മാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെന്താ, ഞാൻ മഗ്‌രിബിലേക്ക് ഖളാ ആക്കാതെ ഇപ്പം എത്ര വൃത്തിയിൽ നിസ്കരിക്കാൻ പറ്റും? അപ്പോൾ ഇരുന്നിട്ടേ പറ്റൂ, എങ്കിൽ ഇരുന്നിട്ട് നിസ്കരിക്കണം. അതാണ്. അല്ല എനിക്ക് വുളു എടുക്കാൻ വെള്ളം കിട്ടൂല, എന്നാൽ തയമ്മും ചെയ്യേണ്ടി വരും. തയമ്മും ചെയ്യാൻ മണ്ണുമില്ല, എങ്കിൽ ആ ഇല്ലാത്ത അവസ്ഥയിൽ അവൻ നിസ്കരിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അവനക്ക് വുളു ഇല്ല എന്ന് വരും, വുളു ഇല്ല, അവനക്ക് തയമ്മും ഇല്ല. വുളു ചെയ്യാൻ വെള്ളം വേണം, വെള്ളമില്ല. വുളു അല്ലെങ്കിൽ തയമ്മും ചെയ്യാൻ മണ്ണ് വേണം, മണ്ണുമില്ല. എങ്കിൽ അവൻ തയമ്മും ചെയ്യണ്ട, വുളുവും ചെയ്യണ്ട, അവൻ ആ ഷർത്തില്ല എന്നാണ് പറയാം. ഏതുപോലെ കൈ ഇവിടുന്നാണ്ട് മുറിഞ്ഞു വയ്ക്കണ ഒരാൾക്ക്, അയാൾക്ക് കൈ മുട്ടുൾപ്പെടെ കഴുകുക എന്ന ബാധ്യത ഉണ്ടോ? ഇല്ല. എന്ന പോലെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ അവസ്ഥയിൽ നിസ്കരിക്കാതെ ഖളാ വീട്ടും വേണ്ട എന്നാണ്. ആ നിസ്കാരം അയാൾ ഖളാഉം വീട്ടണ്ട. അപ്പോൾ സമയബന്ധിത, ഇതാണ് ലാസ്റ്റ് ചാൻസ്. ജോലിയുടെ തിരക്ക്, യാത്രകൾ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നിസ്കാരം ചിലപ്പം അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അവസാന സമയത്തിൻ്റെ മുമ്പ് ആ സമയം തെറ്റാതെ നിസ്കരിക്കുക എന്നത് ഒരു അവസാന ബോധമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചിഹ്നം. ഏത് തിരക്കോ, ഏത് ആഘോഷമോ, ഏത് കല്യാണമോ എന്തോ ആവട്ടെ, അതിൽ നമ്മുടെ നിസ്കാരം മറന്നുകൊണ്ടുള്ള ഒരു തിരക്ക്, ഒരു ടൂറ് പോവുകയാണ്, ഒരു യാത്ര പോവുകയാണ്, ഏതോ ആവട്ടെ, അതിൽ നമ്മുടെ നിസ്കാരം ബോധമില്ലാത്ത കൂട്ടുകാർ നമ്മളോടൊപ്പം, യാത്രക്കാർ നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ചിഹ്നമാണ്, ഷിആറാണ്. ഇസ്ലാമിൻ്റെ ഒരു വ്യക്തിയിലുള്ള ഇസ്ലാമിനെ അറിയിക്കുന്ന ചിഹ്നമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഒരാളെ കണ്ടാൽ അയാൾ മുസ്ലിമാണ് എന്ന് മനസ്സിലാവുന്ന ഒരു ചിഹ്നമാണെന്ത് നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നിസ്കാരം വളരെ ഗൗരവം, അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠം അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. എന്നെങ്കിലും ഒരിക്കൽ എനിക്കത് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്ന ആഗ്രഹത്തിൽ നമ്മളത് മനസ്സിൽ കൊണ്ടു നടക്കണം. ഒരു ആഗ്രഹം, ഒരു പൂവണിയേണ്ട ആഗ്രഹമായി നമ്മൾ കൊണ്ടു നടക്കുക. എപ്പോൾ ചാൻസ് കിട്ടിയോ അതിന് നമ്മൾ മുതിരുക. അതല്ലാത്ത പക്ഷം ആ നിസ്കാരത്തെ ഒരു ജമാഅത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റക്കും സമയം നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ ഒറ്റക്കെങ്കിലും നിർവഹിക്കുന്ന, അതൊക്കെ നമ്മുടെ തിരക്കുകൾ, നമ്മുടെ കാര്യങ്ങൾ, കാരണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എനിക്കിതിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ത് എന്ന് നമ്മൾ വിലയിരുത്തി അതനുസരിച്ച് നമ്മൾ ജീവിക്കുക. ആ രൂപത്തിൽ നിസ്കാരം നമ്മൾ നിലനിർത്തുക. അള്ളാഹു അത്തരം മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നത് വാജിബാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫവൈലുൻ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശമുണ്ട്, അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ, കാരണം അവർ അവരുടെ നിസ്കാരത്തെ തൊട്ട് ശ്രദ്ധയില്ലാത്തവരാണ് എന്ന് പറഞ്ഞു. ആ ആയത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവരാണ് എന്ന് അള്ളാഹ് പറയാത്തതിൽ അൽഹംദുലില്ലാഹ്. ആ നിസ്കാരത്തിൽ നമുക്കൊക്കെ ശ്രദ്ധ തെറ്റും, അതിന് നാശം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അതിന് രക്ഷപ്പെടില്ല. എന്നാൽ അള്ളാഹ് പറഞ്ഞത് നിസ്കാരത്തിനെ തൊട്ട് ശ്രദ്ധയില്ല എന്ന് പറഞ്ഞാൽ സമയത്തെ തൊട്ട് ശ്രദ്ധയില്ല. ആ നിസ്കാരത്തിൻ്റെ സമയത്തെ തൊട്ട് അയാൾ ശ്രദ്ധിക്കാതെ പോയി, അവർക്ക് നാശമുണ്ട്. അങ്ങനെ സമയത്തിൽ ശ്രദ്ധയില്ലാതെ താൻ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ, അവഗണിച്ചതിൻ്റെ പേരിൽ നിസ്കാരം സമയം തെറ്റി നിർവഹിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അവർക്ക് നാശമുണ്ട് എന്നാണ്. അവർക്ക് നാശമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഈ സമയവും വിട്ടുപോയി എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഖളാ ആക്കലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിസ്കാരത്തിൽ ഖളാ ആക്കലില്ല. പിന്നെ ഖളാ ആവലുണ്ടാവും, മറന്നു പോയിട്ട് ഉറങ്ങിപ്പോയിട്ടൊക്കെ ഖളാ ആവലുണ്ടാവും. അതേസമയം ഞാൻ എല്ലാം കൂടി മേത്ത് ചളിയാണ്, അതുകൊണ്ട് എല്ലാം കൂടി ഞാൻ മഗ്‌രിബിൻ്റെ അടുക്ക് ഖളാ ആക്കലാണ്, ഞാൻ അങ്ങനെ ചെയ്യൽ എന്നൊരു കാര്യം നിസ്കാരത്തെ സംബന്ധിച്ച് ശറഇൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ചെയ്യാവുന്നതിൽ ഏറ്റവും വൃത്തിയായി എങ്ങനെ ചെയ്യാൻ പറ്റുമോ അയാൾ ആ രൂപത്തിലാണ് നിസ്കരിക്കേണ്ടത് എന്നാണ്. അല്ല ഖളാ ആക്കലില്ല. ഖളാ ആക്കുക എന്ന് പറയുന്നത് അയാൾക്കൊരു നിലക്കും പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാലാണ് അയാളെ സംബന്ധിച്ച് ഖളാ ആക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളൂ. ഒരു നിലക്കെന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് നിസ്കരിക്കാറ്, അതിനും പറ്റാത്തൊരു കേസ് വന്നു എന്നറിയും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക? അപ്പോൾ പിന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഈ ശത്രുക്കൾ വളഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കോലാക്കി വളഞ്ഞിട്ടു സഹാബത്തിനും റസൂലിനെയും. അങ്ങനെ അവർ നിസ്കാരം സമയം തെറ്റി നിർവഹിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. അതേസമയം ശത്രുക്കൾ മുമ്പിൽ ഇങ്ങനെ ആക്രമിക്കാവുന്ന രൂപത്തിൽ ഒരു ഒരുങ്ങി നിൽക്കുന്നുണ്ട്, എന്നാലോ ആക്രമിക്കുമെന്ന് പെട്ടെന്ന് പ്രതീക്ഷയില്ലാത്തപ്പോഴാണ് ഒരു ജമാഅത്തായി നിസ്കരിച്ചു പറഞ്ഞത്, യുദ്ധത്തിൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞത്. ഇത് അതിനും പറ്റാത്തൊരു കേസ് വന്നപ്പോഴാണ് ഒരു നിസ്കാരം ഖളാ ആയിപ്പോയത്. അതുകൊണ്ട് എൻ്റെ മേത്ത് ചളിയാണ്, അത് നിസ്കാരം വൈകിപ്പിക്കാനോ ഖളാ ആക്കാനോ ഉള്ള ഒരു കാരണമല്ല. നജസാണ്, അത് വൃത്തിയാക്കാൻ നോക്കണം. അപ്പോൾ വഖത്ത് കഴിഞ്ഞതിന് മുമ്പ് വൃത്തിയാക്കാൻ പറ്റൂലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമാവധി എത്രയാണോ ശ്രദ്ധിക്കാനുള്ളത് അതേ അയാൾക്കുള്ളൂ ആ സമയത്ത് ഷർത്തായിട്ട്. ഇപ്പോൾ ഒരാൾക്ക് മൂത്രവാർച്ചുള്ള ഒരാൾക്ക് മൂത്രവാർച്ച ഉള്ളതോടുകൂടി സ്കരിച്ചൂടെ, കാരണം അയാൾക്ക് ഇളവുണ്ട് എന്നാണ് പറയാം. അപ്പോൾ അയാൾക്ക് ആ നജസ് വൃത്തിയാക്കാൻ പറ്റാത്ത കേസ് വന്നു, നിസ്കാരം ആവും ചെയ്യാം, ഖളാ ആവും ചെയ്യാണ്. അപ്പോൾ അയാൾ മുന്തിക്കേണ്ടത് നിസ്കരിക്കാന്നുള്ളതിനെ ഖളാ ആക്കുന്നതിന് മുമ്പ് അത് ഖളാ വീട്ടും വേണ്ട എന്നാണ്. അപ്പോൾ ഇതാണ് നിസ്കാരത്തെ സംബന്ധിച്ച്. കാരണം അതെന്താ വെച്ചാൽ 5 വഖ്ത് ഒരു ബൂസ്റ്റിംഗ് ആണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്. ആ ബൂസ്റ്റിംഗ് ഉണ്ടാകുമ്പോഴാണ് ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ നീചവൃത്തികളിൽ നിന്നും തമ്മാടിത്തരങ്ങളിൽ നിന്നും നിസ്കാരം ഒരു മുസ്ലിമിനെ തടയും എന്ന് പറയുന്നത്. കാരണം ഞാൻ അതിന് പോയ എൻ്റെ നിസ്കാരം മുടങ്ങും. 5 വഖ്ത് ഞാൻ വേറെ എന്താണെങ്കിലും 5 വഖ്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ കുറേയൊക്കെ അവൻ്റെ ടൈമിൽ ക്രമീകരണം വരും. കുറേ തിന്മകൾക്ക് പോകുന്നിടത്ത് അവനൊരു ക്രമീകരണം ഉണ്ടാവും. അവൻ്റെ കളികളിൽ അതിരുവിടലുകൾ ഉണ്ടാവില്ല. യാത്രകളിൽ നിസ്കാരം മുടക്കികളുടെ കൂടെ അവൻ യാത്ര ചെയ്യൂല. അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിസ്കാരം മുടക്കുന്ന ഒരു പ്രവർത്തനത്തിന് അവൻ എൻഗേജ്ഡ് ആവൂല. അങ്ങനെ ഒരു കെട്ട് അവനെ സംബന്ധിച്ച് 5 വഖ്ത് അത് കറക്റ്റ് സമയത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് അതിന് മിനിമം രൂപം പണ്ഡിതന്മാർ പറഞ്ഞത് അത് തമ്മാടിത്തരങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും തടയുന്ന. അപ്പം ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ആ കൃത്യത എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുമോ അപ്പോൾ അത്രത്തോളം അവൻക്ക് മറ്റുള്ളതിൽ നിന്ന് അവൻ്റെ തിരക്കിലാണ്. മറ്റുള്ള പാപങ്ങളിൽ പോയിട്ട് ഹലാലുകളിൽ നിന്ന് തന്നെ അവൻ തിരക്കിലാവുന്ന ഒരു ഘട്ടം വരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അത്തരം മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീന മിനൻ നാർ. റബ്ബനാ اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد. الحمد لله رب العالمين.